ഹായ്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വർഷം മുമ്പ് സ്ഥായി ആർക്കിടെക്ട്സിന് ഡിസൈൻ ചെയ്തിട്ടുള്ള, റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് എൻ്റെ ഇപ്പോൾ തൊട്ട് ബാക്കിൽ കാണുന്നത്. തോമസ് കുമ്പളാട്ടുകുന്നയിൽ എന്ന ക്ലയൻറ്റിൻ്റെ വീടാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ 1 ഇയറത്തെ ലിവിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയാം. ഞാൻ 1999 എൻ്റെ ഈ വീട് ഞാൻ പണിയുന്നത്. അതായത് സിംഗിൾ സ്റ്റോറീഡ് ഹൗസായിട്ടാണ് പണിതത്. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2012 ഞാൻ മുകളിലേക്ക് ഒരു അപ്സ്റ്റെയർ എടുത്തു. അതിനുശേഷവും നിലവിലുള്ള സൗകര്യങ്ങൾ താഴ്ഭാഗത്തൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെ 2023 ഞാൻ സ്ഥായി ആർക്കിടെക്ചറിനെ സമീപിക്കുകയും നമ്മുടെ റിക്വയർമെൻറ്റ്സ് വ്യക്തമായിട്ട് നമ്മുടെ ആ മൊത്തത്തിലുള്ള എലവേഷനും നമ്മുടെ റിക്വയർമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും പറയുകയും അതിനനുസരിച്ച് ആ നിലവാരത്തിലേക്ക് നമുക്കത് എത്തിച്ച് തന്നിട്ടുണ്ട്. നല്ല ലെവലിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ വരുന്ന വിസിറ്റേഴ്സും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരുടെയും വിചാരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയൊരു വീട് തന്നെ ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്, പരിചയമില്ലാത്തവർക്കൊക്കെ. ശരിക്കും അതൊരു നല്ലൊരു അനുഭവമാണ്. പിന്നെ ബജറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഇതിൽ നിന്ന് ചെറിയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ നമുക്ക് അതിൽ നിർത്താൻ പറ്റിയെന്നുള്ളതും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചേക്കാൾ എത്രയോ മനോഹരമാക്കി തീർക്കാൻ പറ്റി. കാരണം ആദ്യം വളരെ ഇവിടെ താഴ്ന്നു കിടന്നൊരു സ്ഥലമാണ്. അത് ഞാൻ വിചാരിച്ചതിൽ നല്ല രീതിയിലുള്ള ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റി. നമുക്കിപ്പോൾ അതങ്ങനെ ഒരു വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു 5-6 വണ്ടിയൊക്കെ നമുക്ക് മുറ്റത്ത് ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. അത് ഡിസൈൻ ചെയ്ത് അവർ തന്നെ തരികയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പല മരങ്ങളും, ആദ്യം വീടുണ്ടായിരുന്ന സ്ഥലമായിരുന്നുകൊണ്ട് മരങ്ങളുണ്ട്. അത് നമുക്ക് അതേപോലെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ അതിന് സജഷൻസ് വരികയും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ അടി നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് അവിടെ ഉണ്ടാക്കാൻ പറ്റി. അത് ഒരു കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ ഇൻറ്റീരിയറിൽ നമ്മുടെ ഫർണിച്ചറൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് ഡിസൈൻ ചെയ്ത് നമ്മൾ മനസ്സിലുദ്ദേശിച്ച രീതിയിൽ തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ആർക്കിടെക്ചറൽ പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷവും നമ്മളതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിസൈനിൽ പല റിഫൈൻമെൻറ്റും നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഡിസൈനിനെ ബെറ്റർ ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന വീട്ടിലുള്ള പല ഡിസൈൻസും ഫാമിലി പറഞ്ഞ രീതിയിൽ തന്നെ ആക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ഫാമിലി മെമ്പേഴ്സിനും അതിൽ മെയിൻലി ആർക്കിടെക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുടെ മകൾക്കും ഒരു വലിയ പങ്കുണ്ട്.